accelerator, brake and clutch, up and down. I'm using a 4090. ഇത് ഹാപ്റ്റിക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹാൻഡ് ബ്രേക്ക്. ഇത് ബേസിക്കലി ഒരു ബട്ടൺ ബോക്സ് ആണ്. യു ക്യാൻ മൂവ് ദ സീറ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക്. ചില ആൾക്കാർ സീറ്റ് ബെൽറ്റ് വരെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ we are trying to make a fake car here. Like when you're actually driving here, right? After 20-30 seconds, your brain will kind of tell you that you're inside a car. അപ്പോൾ അതാണ് നമ്മൾ സിമുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് എവർ വി ക്യാൻ സിമുലേറ്റ് വി ട്രൈ ടു ഡു ദാറ്റ്. റിയലിസം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ഒരു സെറ്റപ്പ് നമ്മുടെ ഗെയിമിംഗ് സെറ്റപ്പ് ആണെന്ന് ഒറ്റ ലുക്കിൽ നമുക്ക് മനസ്സിലായി. പക്ഷെ ബാക്കി എല്ലാ ഗെയിമിംഗ് സെറ്റപ്പൊന്നും ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. എന്താണ് സംഭവം, എന്താണ് ഇതിന് വിളിക്കുന്നത്? ഇത് ബേസിക്കലി എന്റെ സിം റേസിംഗ് റിഗ് ആണ്. അപ്പൊ ഇതിനെ സിം റിഗ് എന്നാണ് വിളിക്കുന്നത്. സിം റിഗ് എന്ന് വിളിക്കുന്നത്. ഇത് ബേസിക്കലി ഗെയിമിംഗ് സെറ്റപ്പ് തന്നെയാണ്, പക്ഷെ കൂടുതലും റേസിംഗ് ഗെയിംസ് ആണ് ഞാൻ ഇതിൻ്റെ അകത്ത് കളിക്കുന്നത്. റേസിംഗ് ഗെയിംസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 2 ടൈപ്പ് റേസിംഗ് ഗെയിംസ് ആണുള്ളത്. ആർക്കേഡും സിമുലേഷനും. അപ്പം ആർക്കേഡ് റേസിംഗ് ആൻഡ് സിം റേസിംഗ്. ആർക്കേഡ് റേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ പരിചയമുള്ള NFS, ക്രൂ, ആഷ്ഫോൾട്ട്, ഫോർസ ഹൊറൈസൺ, അതൊക്കെയാണ് ആർക്കേഡ് ഗെയിംസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കളിക്കുന്നത് അസെറ്റോ കോർസ, ഓട്ടോമൊബിലിസ്റ്റ, ഐ റേസിംഗ് തുടങ്ങിയിട്ടുള്ള ഗെയിംസാണ്. അപ്പോൾ അതിനെ സിമുലേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമുലേഷൻ ഈസ് മോർ ഓഫ് റിയാലിറ്റി. കുറച്ചും കൂടി റിയൽ ആയിട്ടുള്ള പരിപാടികളാണ് ഇതിൻ്റെ അകത്ത് സിമുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. റിയൽ ലൈഫിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് സിമുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഉദാഹരണത്തിന് ട്രാക്കിൻ്റെ ടെമ്പറേച്ചർ, ഫ്യൂവൽ ലോഡ്, ബ്രേക്കിൻ്റെ പരിപാടികൾ എല്ലാം ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കും. നേരെ മറിച്ച് ആർക്കേഡ് റേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം NFS, ക്രൂ, GTA എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി ഫോർ ഫൺ. യു ക്യാൻ ഗോ ആൻഡ് ഹിറ്റ് പീപ്പിൾ, ഹിറ്റ് കാർ. ഉദാഹരണത്തിന് ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ റേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം എൻ്റെ കാറ് പോയി വേറൊരു കാറിന് ഇടിച്ചു കഴിഞ്ഞാൽ ഐ ഗെറ്റ് പെനാൽറ്റി. സംടൈംസ് ഐ ഗെറ്റ് ലൈക്ക് റേസ് ബാൻ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി റിയൽ ലൈഫിൽ എങ്ങനെയാണോ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം ഡ്രൈവിംഗ് എറ്റിക്കേറ്റ്സ് തന്നെ ഉണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ ടേൺ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പോയിട്ട് കയറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം നമുക്ക് വലിയ പെനാൽറ്റിയും പിന്നെ നമ്മളെ റേസിൽ നിന്നും പെർമനന്റ്ലി ബാനൊക്കെ ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് വരെയും. അപ്പോൾ അതാണ് സിമുലേഷനും ആർക്കേഡും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇതിന്റെ ഇടയിലുള്ള ഒരു സാധനമാണ് സിംകേഡ് എന്ന് പറയുന്നത്. അതിപ്പോ പ്ലേ സ്റ്റേഷനിൽ ഇപ്പം ഗ്രാൻഡ് ടൂറിസ്മോ എന്ന് പറയുന്ന ഗെയിം ഉണ്ട്, GT, ഫോർജ മോട്ടോർ സ്പോർട്സ് എന്ന് പറയുന്ന ഗെയിം ഉണ്ട് Xboxൽ. അപ്പോൾ ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ആർക്കേഡ് ആൻഡ് സിം റേസിംഗ്. ഞാൻ ഇവിടെ കൂടുതലും സിമുലേഷൻ, അതായത് സിം റേസിംഗ് ആണ് ചെയ്യുന്നത്. എന്നാലും ഞാൻ NFSഉം ക്രൂവും പരിപാടിയും ഫോർജ ഹൊറൈസൺ ഒക്കെ ഞാൻ ഇത് കളിക്കുന്നുണ്ട്. പക്ഷേ ഐ യൂസ് ജോയ്സ്റ്റിക് മോസ്റ്റ്ലി വെൻ ഐ യൂസ് ആർക്കേഡ് ഗെയിംസ്. ഇത് കളിക്കുമ്പോൾ ഞാൻ കൂടുതലും പെഡലും സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് മാക്സിമം ഒരു ഫേക്ക് കാർ അല്ലെങ്കിൽ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഒരു കാർ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ സേഫ്റ്റി നെറ്റ് ഇട്ടേക്കുന്നതും എൻ്റെ ഇരിക്കുന്ന പൊസിഷൻ എല്ലാം നമ്മൾ ആക്ച്വൽ ഒരു കാറിൻ്റെ പരിപാടി നോക്കിയിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഈ ട്രിപ്പിൾ മോണിറ്റർ വെച്ചേക്കുന്നത് തന്നെ നമ്മൾ ഉള്ളിലിരിക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് കാറിൻ്റെ ഉള്ളിൽ ഒരു സൈഡ് വിൻഡോ, റൈറ്റ് സൈഡിലുള്ള വിൻഡോ, ആ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ കിട്ടാൻ, ആ ഒരു FOV കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പരിപാടികൾ. ഇത് 1, 2, 3, 4 സ്ക്രീനാണ് ഇതിന്റെ പരിപാടി. ഞാൻ ആക്ച്വലി ഒരു റിഗ് ടൂർ തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ബട്ട് ബേസിക്കലി അതാണ് വ്യത്യാസം. അപ്പൊ ഇതൊരു സിംറിംഗ് ആണ്. മാക്സിമം റിയലിസം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു റൂമിന്റെ ഉള്ളിൽ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ ഗെയിം ഓൺലി. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ ഗെയിം ഓൺലി. ബട്ട് വി ആർ ട്രൈങ് ടു ഹാവ് ലൈക്ക് ഒരു സ്മോൾ ഫേക്ക് cockpit of a car. ഇതിലേക്ക് എങ്ങനെയാണ് വന്നെത്തിയത്? ഇത് ബേസിക്കലി ഞാൻ പണ്ട് മുതലേ എനിക്ക് ഗെയിംസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. GTA ഗെയിംസ്, NFS ഗെയിംസ്. ഞാൻ NFSന്റെ ഓൾമോസ്റ്റ് 2015 വരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഗെയിംസും കളിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ ഭയങ്കര അങ്ങനെയുള്ള റേസിംഗ് ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ്. പോവുക, ഇടിക്കുക, കുത്തുക, ആൾക്കാരൊക്കെ ഇടിച്ച് പോവുക, അതാണല്ലോ ആർക്കേഡ് ഗെയിംസിന്റെ പ്രത്യേകത. അപ്പോൾ അതിലെനിക്ക് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ എക്സിബിഷൻ എല്ലാം ഉണ്ടാകുന്ന സമയത്തായിരിക്കും ചെറിയൊരു പെഡലും പിന്നെ ഒരു വീലും, ഒരു ചെറിയ സെറ്റപ്പ് ആയിരിക്കും. അതെല്ലാം പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ സെന്ററിലെല്ലാം കണ്ടിട്ടുമുണ്ട്. അന്നേരം അതൊന്നും യൂസ് ചെയ്യാനുള്ള ഒരു, നമുക്കത് അഫോർഡ് ചെയ്യാനും പറ്റൂല, അത് നമുക്ക് അന്നേരം അത്ര ആക്സസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പണ്ട് മുതൽ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു, ഇത് ഓടിച്ചു നോക്കാം. രണ്ടാമത് ഈ കോവിഡ് വന്ന സമയത്ത് നമ്മളെല്ലാവരും വീട്ടിൽ സ്റ്റക്ക് ആയിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ റെന്റിന് ഗെയിമിംഗ് എക്യുപ്മെന്റ്സ് എല്ലാം കിട്ടും, റെന്റിനെടുത്തു. അപ്പൊ ആദ്യം ഞാൻ ഇതൊരു ഇതുപോലെയല്ല, ജസ്റ്റ് ഒരു വീലും
ഒരു പെഡലും. അപ്പൊ അത് ജസ്റ്റ് ടേബിളിന്റെ മേലെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് അടിയിൽ ഞാനൊരു ഡംബിൾസ് വെച്ചിട്ട് ഇത് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഇത് മൂവ് ചെയ്യുമല്ലോ. അപ്പൊ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ഡംബിൾസ് ഒക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഫസ്റ്റ്. അപ്പൊ ഞാൻ ആദ്യമേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് സമയം എടുത്തു ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. ആദ്യം ഞാൻ 3 ദിവസത്തേക്ക് എടുത്തത്. അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 1 മാസമായി, 4 മാസമായി. എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്തായാലും ഇതൊരു ഫേസ് ആണ്, ഇതിപ്പോ പോകും, ഇതെന്റെ ഒരു ഇൻട്രസ്റ്റ് ആണ്, കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ പരിപാടി പോകും. അപ്പൊ അങ്ങനെ 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് എ ഫേസ് മാൻ, ഐ മീൻ ഇഫ് യു ആർ റിയലി എൻജോയിങ് ഇറ്റ് ഗോ ആൻഡ് ബൈ ഇറ്റ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ വാങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഗെയിമിംഗ് സെന്ററിൽ നിന്ന് തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വീലും കൂടി ഉണ്ടായിരുന്നു, ത്രസ്റ്റ്മാസ്റ്ററിന്റെ T300. അതാണ് എല്ലാവർക്കും അഫോർഡ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വീൽ. അപ്പൊ അത് ഞാൻ വാങ്ങിച്ചിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പം എന്റെ ഡ്രൈവിംഗ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പൊ ഈ വീല് മാറ്റർ ആണോ? ബെറ്റർ ആയിട്ട് ഉള്ളൊരു പെർഫോമൻസിന് ഈ ഒരു വീല് ഇമ്പോർട്ടന്റ് ആണ്? ഡെഫിനറ്റ്ലി. കാരണം 3 തരത്തിലുള്ള വീൽ സിസ്റ്റം, വീൽ ബേസ് സിസ്റ്റം ആണ്. ഒന്ന് ഇപ്പം G29 എന്നൊക്കെ പറയുന്ന ലോജിടെക്കിന്റെ G29 എന്ന് പറയുന്ന ഒരു മോഡൽ. അപ്പൊ അതാണ് ഏറ്റവും ചീപ്പസ്റ്റ് മോഡൽ. അപ്പൊ അത് ഗിയർ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ചിന്റെ ഒക്കെ ഉള്ളിലുള്ള പോലെ ഒരു വീല് തിരിയുമ്പോൾ മറ്റേ വീല് തിരിയുന്നു എന്നൊക്കെയുള്ള ടൈപ്പ് ഒരു ഗിയർ സിസ്റ്റത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്. പിന്നെയുള്ളത് ബെൽറ്റ് ഡ്രിവൺ വീൽസ് ആണ്, അതായത് ബെൽറ്റ് വഴിയാണ്. ഇപ്പൊ T300 എന്നൊക്കെ പറഞ്ഞ ത്രസ്റ്റ്മാസ്റ്ററിന്റെ മോഡൽ, അത് ബെൽറ്റിന്റെ പരിപാടിയിലൂടെയാണ് ആ പരിപാടി നടക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി നമുക്കൊരു സുഖമായിരിക്കും, സ്മൂത്ത്നെസ്സും പരിപാടിയൊക്കെ കുറച്ചും കൂടി. നേരെ മറിച്ച് ഡയറക്ട് ഡ്രൈവ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ഒരു സാധനം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഡയറക്ട് ഡ്രൈവ് ആണ്. അപ്പൊ അത് ഡയറക്റ്റ് ഷാഫ്റ്റ് മോട്ടറിലേക്കാണ് പോകുന്നത്. സോ നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ റോഡിൽ കിട്ടുന്ന ചെറിയ ബമ്പും പുല്ലിലേക്ക് കയറുമ്പോൾ ഉള്ള വ്യത്യാസവും എലവേഷനും ബ്രേക്ക് ചവിട്ടുമുള്ള വെയിറ്റ്, വണ്ടിയുടെ വെയിറ്റ്, അങ്ങനെയുള്ള എല്ലാ ഡാറ്റ നമുക്ക് ഇതിന്റെ അകത്തേക്ക് കിട്ടും. കയ്യിൽ ഫീൽ ചെയ്യും ആ വൈബ്രേഷൻസും പരിപാടി. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അത് നമ്മൾ സിമുലേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ വീലാണ് നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കിട്ടേണ്ടത്. കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മുടെ ഡ്രൈവിംഗ് നമുക്ക് ഇമ്പ്രൂവ് ആവും. സോ അങ്ങനെ 3 സിസ്റ്റത്തിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഈ പറയുന്ന 3 സിസ്റ്റത്തിലൂടെയും കടന്നു വന്നത്. അപ്പൊ ആദ്യം G29 യൂസ് ചെയ്തു, ഇഷ്ടപ്പെട്ടു. പിന്നെ ബെൽറ്റ് ഡ്രൈവിലേക്ക് കയറി. ഭാഗ്യത്തിന് ഇപ്പൊ ബാംഗ്ലൂർ ഉള്ള ഒരു സ്ഥലത്ത് നമുക്കത് റെന്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഡയറക്ട് ഡ്രൈവ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഈ പരിപാടി. ഇത് ഇവിടെ ബാംഗ്ലൂരിലോ ആരുടെയും വീട്ടിൽ നമുക്കിപ്പോ റാൻഡംലി, ചിലവരുടെ വീട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ റാൻഡംലി നമുക്ക് വീട്ടിൽ പോയിട്ട് എനിക്കൊന്നും ഡയറക്ട് ഡ്രൈവ് ട്രൈ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ബാംഗ്ലൂരിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉണ്ട്. ഇപ്പം കുറെ ഗെയിമിംഗ് കഫേയിലൊക്കെ നല്ല നല്ല വീൽ സിസ്റ്റവും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ റിവ്യൂസും പരിപാടിയൊക്കെ വായിച്ചിട്ട് ഡയറക്ട് ഡ്രൈവ് ആണ് ഏറ്റവും ബെസ്റ്റ്, അതാണ് ഇത് എന്നൊക്കെ കണ്ടപ്പോ I just went ahead and bought it. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇതാണല്ലേ ഡയറക്ട് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സാധനം ഫീൽ ചെയ്തു. പക്ഷെ ഡയറക്ട് ഡ്രൈവ് ആദ്യം ട്രൈ ചെയ്ത സമയത്ത് എന്താ പറയുക, ഒരു ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ആയിരുന്നു. ഫ്രം ത്രസ്റ്റ്മാസ്റ്റർ ആൻഡ് ടു ഫെനാടെക്. ഇപ്പം വേറെയും കുറെ നല്ല ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം മോസ എന്നൊക്കെ പറയുന്ന നല്ല നല്ല ബ്രാൻഡ്സ് ഉണ്ട്, അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് ഉണ്ട്. ആ സമയത്ത് അത്ര അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. ഇപ്പോഴും സിം റേസിംഗ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോബി തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. അപ്പൊ ഈ വീലൊക്കെ എങ്ങനെയാണോ മാറ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഈ ഒരു വീല് ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് പിന്നെ ഫോർമുല 1 കാർസിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ പല ടൈപ്പ് കാർസ് ഉണ്ടല്ലോ. ഇപ്പൊ ഇത് ഉദാഹരണത്തിന് ഇത് GT കാർസ് ആണ്. GT കാർസിനുള്ള ഒരു വൺ ഓഫ് ദി GT വീലാണിത്. നേരെ മറിച്ചിട്ട് ഇപ്പം നമ്മൾ റാലി ഒക്കെ കളിക്കുന്ന സമയത്ത് അത് ഫുൾ മറ്റേ ഗിയർ മാറ്റി അത് ഇങ്ങനെയൊക്കെയുള്ള വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ പിന്നെ റൗണ്ട് വീൽസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഓരോ ആവശ്യത്തിനും ഓരോ പരിപാടി. ഇപ്പൊ ഉദാഹരണത്തിന് ഇത് ഞാൻ പ്ലേ സ്റ്റേഷനിലാണ് ഫസ്റ്റ് തുടങ്ങി. ഞാൻ ആദ്യം PC-യിലായിരുന്നില്ല, പ്ലേ സ്റ്റേഷനിലായിരുന്നു. അപ്പൊ പ്ലേ സ്റ്റേഷനിൽ കളിക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് വീലാണ് ഇത്. ഇത് ത്രസ്റ്റ്മാസ്റ്ററിന്റെ വീലാണ്. ഞാൻ ഒരു ആമസോണിൽ ഒരു ഓഫറിന് കിട്ടിയ ഒരു വീലാണ്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. സോ ഇപ്പം റാലിയിലാണെങ്കിൽ ഇപ്പൊ നമ്മളിതിപ്പം GT-യിലാണെങ്കിൽ ഇപ്പം ഒരു ഇങ്ങനെയുള്ള മാക്സിമം മൂവ്മെന്റ്സ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഈ 2 പേരിൽ അതിനകത്ത് ലോക്ക് ചെയ്തിട്ട് നമുക്ക് വളക്കാനും പരിപാടിയൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ കുറെ ബട്ടൺസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ട്രാക്ഷൻ കൺട്രോൾ ഇൻക്രീസ് ചെയ്യേണ്ടി വരും, പിന്നെ ABS മാറ്റേണ്ടി വരും, പിന്നെ പല പല ഫ്യൂവൽ അഡ്ജസ്റ്റ്മെന്റ്, സ്ട്രാറ്റജി അഡ്ജസ്റ്റ്മെന്റ്, പിറ്റ് ലിമിറ്റർ, ചിലപ്പം അങ്ങനെയുള്ള കുറെ പരിപാടികൾ ഇതിനാവശ്യമായിട്ടുണ്ട്. നേരെ മറിച്ച് റാലിയിലൊക്കെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മളിപ്പോ ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ വളക്കേണ്ടി വരും, ചിലപ്പോൾ ഇങ്ങനെ വളക്കേണ്ടി വരും, ഒരു കൈനെ കൊണ്ട് ഓടിക്കേണ്ടി വരും, ഒരു കൈ ഗിയറിന് യൂസ് ചെയ്യേണ്ടി വരും. ഓരോ ടൈപ്പ് കാറിനാണ് ബേസിക്കലി ഓരോ ടൈപ്പ് വീല് യൂസ് ചെയ്യുന്നത്.
എനിക്കിപ്പോൾ ആകെ ഒരു 2-3 വീൽസ് മാത്രമേ ഉള്ളൂ. ചില ആൾക്കാരുടെ കളക്ഷൻ ഓഫ് വീൽസ് ഒക്കെ ഉണ്ട്. സോ ഇതിനകത്ത് നോക്കുമ്പോൾ കുറേ ഡിവൈസസ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? ടോട്ടൽ നമ്മുടെ റിഗിന്റെ ഒരു ടൂർ പോലെ നമുക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. ഈ വീല് പോലും അല്ല, ഈ വീൽ ഇപ്പം ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഇതിനെയാണ് വീൽ ബേസ് എന്ന് പറയുന്നത്. അപ്പം ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫെനാടെക്കിൻ്റെ GT DD Pro എന്ന് പറയുന്ന ഒരു മോഡലാണ് ഞാനിപ്പം യൂസ് ചെയ്യുന്നത്. പിന്നെ കാണുന്നത് ഈ 3 മോണിറ്ററാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ മോണിറ്റർ വെച്ചിട്ടും കളിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം റിയലിസ്റ്റിക്. ഉദാഹരണത്തിന് ഞാനിപ്പം ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ആ ശരിക്കും കാറിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ സൈഡിലൂടെ ഇങ്ങനെ കയറി വരുന്ന ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത്. ഇറ്റ് ഹെൽപ്സ്. ഉദാഹരണത്തിന് ഒരു കോർണർ എടുക്കുന്ന സമയത്ത് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ഇങ്ങനെ നോക്കുമല്ലോ, ആ ഒരു നോക്കുന്ന ഫീലും കൂടി കിട്ടാനാണ്. നമ്മൾ കാറിന്റെ കോക്പിറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ വി ഹാവ് 3 മോണിറ്റേഴ്സ്. പിന്നെ ഇവിടെ ഒരു മോണിറ്റർ ഉണ്ട്. ഇത് ഞാൻ ഗെയിം കളിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിനോട് സംസാരിക്കാനും ഡിസ്കോഡ് യൂസ് ചെയ്യാനും പിന്നെ പല ആപ്സും നമ്മൾ ഇതിന്റെ കൂടെ യൂസ് ചെയ്യും. സിം ഹബ്, സ്റ്റീം, അങ്ങനെയുള്ള പല ആപ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഒക്കെ ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോണിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഐ ഹാവ് എ ഡാഷ് ബോർഡ് ഹിയർ. സോ ഇത് ബേസിക്കലി ഒരു ബട്ടൺ ബോക്സ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയ ഒരു പ്രോട്ടോടൈപ്പ് ബട്ടൺ ബോക്സ് ആണ്. അപ്പോൾ ബട്ടൺ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ GT റേസിംഗ് കാർസിലും ഇതുപോലുള്ള ബട്ടൺ ബോക്സ് ഉണ്ടാവും. അത് ഇവിടെ നമ്മൾ ചെയ്യുന്ന ബട്ടൺ സെറ്റിംഗ്സ് അല്ലാണ്ട് വേറെയും കുറെ സെറ്റിംഗ്സ് ഉണ്ടാവും. ലൈറ്റ് ഡിം ആൻഡ് ബ്രൈറ്റ് ആക്കുക, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇഗ്നിഷൻ ഓൺ ആക്കുക, അങ്ങനെയുള്ള കുറെ പരിപാടികൾ. പിന്നെ ഈ സ്ക്രീൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിലേക്ക് PC-ന്ന് ഡാറ്റ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അത് വണ്ടീൻ്റെ സ്പീഡ്, ലാസ്റ്റ് ഓടിച്ച ലാപ്പിൻ്റെ ടൈമിങ്, അത് നമുക്ക് എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം, എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും. പിന്നെ ഇതിപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇതൊരു വിൻഡ് സിമുലേറ്റർ ആണ്. ബേസിക്കലി ഐഡിയലി നമ്മൾ ആക്സിലേറ്റർ അനുസരിച്ച് വണ്ടി മൂവ് ചെയ്യുന്ന സ്പീഡിനനുസരിച്ചിട്ട് വിൻഡ്, ശരിക്കും ഒരു GT കാറിൻ്റെ ഇതുപോലെയുള്ള ഒരു വിൻഡ് പൈപ്പ് ഉണ്ടാവും. അപ്പം അത് സിമുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ സീറ്റ്, ഇതെന്റെ ഒരു ഫ്രണ്ട് സിമെട്രിക് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, ജെറി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്. പുള്ളിക്കാരൻ ഉണ്ടാക്കി തന്നൊരു പ്രോട്ടോടൈപ്പ് ആണിത്. ഇതും ഞാനൊരു ഗിനി പിഗ് ആണ്. എല്ലാവരും ഓരോരോ സാധനങ്ങൾ പരീക്ഷിക്കാൻ ദേ ബേസിക്കലി ഗിവ്സ് ടു മീ because I give them feedback and they use it to make a better product and all of that. കീബോർഡ് ട്രേ ആണ്. പലപ്പോഴും നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചാറ്റ് ചെയ്യേണ്ടി വരും, ചില ആപ്പ് സ്വിച്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ there is a mouse and then there is a keyboard tray also. The most important thing in a sim rig would be the pedals, accelerator, brake and clutch. അപ്പോൾ ഈ സംഭവം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ ഫെനാടെക്കിൻ്റെ പെഡൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് ഹാപ്റ്റിക്സ് ഓൾസോ. ഇത് ഹാപ്റ്റിക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇതിൻ്റെ അടിയിലും, അതായത് പെഡലിൻ്റെ അടിയിലും സീറ്റിൻ്റെ അടിയിലും ഞാൻ 2 ബേസ് ഷേക്കേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നുള്ള ഇൻഫർമേഷൻ ഗിവ്സ് മീ വൈബ്രേഷൻ അണ്ടർ ദ പെഡൽ ആൻഡ് ഓൾസോ അണ്ടർ ദ സീറ്റ്. സോ ഞാൻ ഓടിക്കുന്ന സമയത്ത് ഓൾറെഡി ഈ ബേസിൽ നിന്ന് എനിക്ക് ഭയങ്കര ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വൈബ്രേഷൻസ് പരിപാടികളൊക്കെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിലും പിന്നെ ശരീരത്തിൽ മൊത്തം ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ബ്രേക്ക് ഔട്ടുമ്പോൾ ABS ആക്റ്റീവ് ആവുന്നു. അപ്പോൾ ABS ആക്റ്റീവ് ആവുന്നത് നമുക്ക് പെഡലിൽ ടക്ക് 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 എന്നിട്ട് അടിക്കും. അപ്പോൾ നമുക്കത് അത് നമ്മളെ ഡ്രൈവിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ പെട്ടെന്ന് ആക്സിലേറ്റർ ചവിട്ടിക്കഴിഞ്ഞാൽ വീൽ സ്പിൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏകദേശം ഇവിടെ ആയിരിക്കും എൻ്റെ ഒരു വീൽ എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നിന്ന് വീൽ സ്പിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏകദേശം ആ ഭാഗത്തു നിന്നായിട്ട് വൈബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്കത് കുറച്ചും കൂടി ഇമേഴ്സീവ് ആയി. Then I have a shifter. So currently it's on a sequential up and down. This is handbrake. I mainly use handbrake for rally racing. Shifter also I mainly use for rally racing. And pala type of racing undallo. GT racing is there, Formula 1 racing is there. Rally racing is there. Rally ഒക്കെയാണ് കൂടുതലും ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. You can move the seat front and back. Yeah, this is the whole setup here. And if you come to the back side, so this is my PC. അപ്പോൾ ഞാൻ ആദ്യം പ്ലേ സ്റ്റേഷനിലെ ഗെയിമിങ് തുടങ്ങി, പിന്നെ ഞാൻ മെല്ലെ പ്ലേ സ്റ്റേഷനിൽ നിന്നും PC-ലോട്ടേക്ക് മാറി. ഐ എം യൂസിങ് 4090 കാർഡ്, P790 മദർ ബോർഡ്. ആൻഡ് നമ്മൾ സിം റേസിംഗ് അധികം ഭയങ്കര റാം ഹെവി അല്ല പരിപാടി. സോ ഐ എം യൂസിങ് 32 GB റാം റൈറ്റ് നൗ ബിക്കോസ് മോസ്റ്റ്ലി 4090 കാർഡ് ഈസ് ഡൂയിങ് ഇറ്റ്സ് ജോബ്. പക്ഷെ PC ആവുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്താണ്. കാരണം
it gives like a lot of freedom. You can install any software, and that software will help you to simulate different things. Whatever the imagination you have, you can actually get it done. PlayStation PlayStation, it's produced for mass, produced for everybody, so they try to make like a very optimized version, so there will be limitations. പക്ഷേ 2021 ആ സമയത്താണെന്ന് തോന്നുന്നു ഞാൻ PC ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഞാനിത് ബിൽഡ് ചെയ്തതാണ്. I think I was one of the early people who bought this card in India. Because അത് ഭയങ്കര അടിപൊളി പരിപാടിയായി. ഇന്നും ഇത് നല്ല അടിപൊളി ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്, പക്ഷെ അന്ന് അത് മേടിക്കുന്ന സമയത്ത് I felt so much special. Then another problem is that I have like 3 UPSs. So this is where most of my money is going these days, because this is the second time I'm changing the battery for this. One is used for PC only, one is used only for the monitors, one is used only for direct drive. I'm not taking risk. Bangalore power fluctuation bhayangara good. I recently shifted house, so imagine like breaking everything down into pieces, then bringing everything here and building from the scratch again, because that's the only way to transfer this. Nalla paniyanu. So yeah, initially ee rig ഞാൻ ബിൽഡ് ചെയ്ത സമയത്ത് ഇത് അലൂമിനിയം പ്രൊഫൈലാണ്. ഇത് ബേസിക്കലി ഈ അലൂമിനിയം പ്രൊഫൈൽ വെച്ചിട്ടാണ്, അതാണ് ഇതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക്. ഈ അലൂമിനിയം പ്രൊഫൈൽ നമ്മൾ ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പോയിട്ട് വാങ്ങിച്ച് കട്ട് ചെയ്ത് അതിന്റെ എർഗോണമിക്സ് ഒക്കെ നോക്കി പ്ലാൻ ചെയ്ത് അതൊക്കെ ടൈപ്പ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഈ സാധനം നമ്മൾ ഉണ്ടാക്കുന്നത്. വേറൊരു സാധനം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എം ഓൾസോ യൂസിങ് ബെസൽ കിറ്റ് ഹിയർ. സോ ബെസൽ കിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂന്ന് മോണിറ്റർ ആണല്ലോ. അപ്പോൾ നമുക്കതൊന്ന് മേർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഉള്ളത്. അതിന് അസൂസിന്റെ ബെസൽ കിറ്റ് ആണത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു പെർസ്പെക്റ്റീവിലായിരിക്കില്ല ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത്. ഐ സീ ദിസ് ആസ് ലൈക്ക് എ വെരി സീംലെസ്, ഒരു കർവ് മോണിറ്റർ പോലെ കുറച്ച് വലിയ ഒരു. കർവ്ഡ് മോണിറ്റർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സുഖം നമുക്ക് കിട്ടില്ല. സോ ദാറ്റ്സ് വൈ ഇപ്പം സാംസങ്ങിന്റെ ഒക്കെ വലിയ കർവ്ഡ് മോണിറ്റർ 50 ഇഞ്ച് കർവ്ഡ് മോണിറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതും നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് യു വോണ്ട് ഫീൽ ലൈക്ക് യു ആർ ഇൻസൈഡ് ദാറ്റ് കോക്ക്പിറ്റ്. യു വിൽ സ്റ്റിൽ ഫീൽ ലൈക്ക് യു ആർ പ്ലേയിങ് എ ഗെയിം. ഉദാഹരണത്തിന് ഞാൻ ഫസ്റ്റ് എടുത്തത് പ്ലേ സ്റ്റേഷനിലൊക്കെ കളിക്കുന്ന സമയത്ത് ഐ ഹാഡ് എ 50 ഇഞ്ച് TV. സോ അത് ഏകദേശം ഒരു ഇത്തിരി ഉണ്ടാവും. അപ്പോ പക്ഷെ എന്നാലും it's in 2D, no? It's not 3D. It's 2D. You are seeing that in a 2D screen. പക്ഷെ ശരിക്കും നമ്മളൊരു കാറിനകത്തിരിക്കുമ്പോൾ എല്ലാം 3D അല്ലേ. നമ്മളിപ്പോൾ ഒരു മിറർ നോക്കുന്നത് ഇങ്ങനെയാണ് നോക്കുക. നമ്മൾ ഈ സ്ക്രീനിൻ്റെ ഉള്ളിൽ ഇങ്ങനെയല്ലല്ലോ നമ്മൾ മിറർ നോക്കുക, നമ്മൾ ഇങ്ങനെയല്ലേ മിറർ നോക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുന്നത് ഇങ്ങനെയാണ്, അല്ലാണ്ട് ആ സ്ക്രീനിൻ്റെ അകത്ത് തന്നെ അല്ലല്ലോ നമ്മൾ നോക്കുന്നത്, ഇങ്ങനെയല്ലേ വണ്ടി വരുന്നുണ്ടോ. സോ ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. സോ ഈ ഒരു പെർസ്പെക്റ്റീവ് റിയലി ഹെൽപ്സ്. പലർക്കും ഇത് ഇങ്ങനെ കാണുന്ന സമയത്ത്, ഇതിന്റെ ഗെയിം പ്ലേ ഒക്കെ കാണുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും ഇറ്റ്സ് നോട്ട് ഇവൻ റിയൽ എന്നുള്ള രീതി. ഇത് നിങ്ങൾ സെന്ററിലാണല്ലോ ഇരിക്കുന്നത്, ഐഡിയലി യു ഷുഡ് ബി ലെഫ്റ്റ് ഓർ റൈറ്റ്, അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഓർ റൈറ്റ് ഹാൻഡ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഇവിടെ തന്നെ നോക്കുന്ന സമയത്ത് യുവർ ലെഫ്റ്റ് വിൻഡോ സ്റ്റാർട്ട്സ് ഹിയർ ആൻഡ് ദിസ് ഗോസ് ടിൽ ഹിയർ ആസ് ലൈക്ക് എ ഡാഷ്ബോർഡ്. വെൻ ഐ എം സിറ്റിംഗ് ഹിയർ ദിസ് ബിക്കംസ് ലൈക്ക് വെരി സ്ട്രേറ്റ് ഫോർ മീ അക്കോർഡിംഗ് ടു മൈ FOV, my perspective. I have like a sound bar in the back. Then there is a subwoofer under. Friends ഒക്കെ വരുന്ന സമയത്ത് I usually blast it so that they also feel gear ഒക്കെ ശരിക്കും അപ്പോൾ അതിന് നല്ലതാണ്. പക്ഷേ യൂഷ്വലി I wear headphones and play so that because I will have friends online playing with me so that I can talk to them and play. And more than that, it gives me again like that I can hear everything. ഉദാഹരണത്തിന് ചില സമയത്ത് നമുക്ക് പല ഇൻഫർമേഷനും വേണ്ടി വരും. നമ്മുടെ ടയർ എത്രത്തോളം റോഡുമായിട്ട് വരയുന്നുണ്ട്, അതായത് ചില സമയത്ത് ടയറിന്റെ തേയ്മാനം കൂടുതലായി കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് ലൈക്ക് എ ഡിഫറെന്റ് സൗണ്ട്. സോ ദീസ് കൈൻഡ് ഓഫ് സൗണ്ട് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു റേസ്. ഇതുപോലത്തെ ഒരു ഗെയിമിംഗ് സെറ്റപ്പ് പ്രോബബ്ലി നമ്മുടെ വ്യൂവേഴ്സിനൊന്നും അത്ര ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് തീർച്ചയായിട്ടും നല്ലതായിരുന്നു. നമുക്ക് എല്ലാവർക്കും my pleasure, because I don't get any kind of a platform or like anybody for that matter to explain this and discuss this. I have like very few friends who play this, so it's very satisfying for me to explain this so that people appreciate the kind of effort I'm putting in this. Yeah. And എനിക്കൊരു കാര്യം കൂടെ അറിയാനുണ്ട്. ഇതുപോലത്തെ ഈ ഒരു സെറ്റപ്പ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി എത്ര രൂപ ആയിട്ടുണ്ടായിരുന്നു?
I'm trying to find like a good balance between both. I need immersion also. At the same time, I like competition. I like getting on races and try to win. I try to be part of championship and league races and things like that. So that's the thing. അപ്പോൾ ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് I think I stopped counting after 9-10 lakhs. 10 lakhs? Because 10 lakhs എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം ഞാൻ ഈ സിം റേസിംഗിലേക്ക് ഇപ്പം ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ ചിലപ്പം ഒരു 10 lakhs വേണ്ടി വരില്ല. ഇപ്പം ഓരോ വയേഴ്സും ഇവിടെയുള്ള ഈ സീറ്റിന്റെ കുഷ്യനും മറ്റേ ഇൻക്ലൂഡിംഗ് ദ വീൽസ് ഓൾ ഓഫ് ദാറ്റ് put together it will be 10 lakhs plus for sure. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല സാധനങ്ങളും നമ്മൾ അല്ല that's because most of the things, right, for example this Fanatec wheel, when I was buying it there was no distributors here. അപ്പോൾ I had to import this from Australia. അപ്പോൾ ഇവിടെ കാണുന്ന ഓരോ വീൽസും ഞാൻ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് എക്സെപ്റ്റ് ദാറ്റ് Thrustmaster wheel that was available in India. പിന്നെ ദിസ് വീൽ, പിന്നെ ഇവിടെ QR സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതൊന്നും ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലായി. ഈ ഒരൊറ്റ QR സിസ്റ്റത്തിന് ഏകദേശം 13,000 രൂപയുണ്ട്. പക്ഷെ നമ്മളിത് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു പേ മോർ ദാൻ 50-60-70% ടാക്സ്. അപ്പോൾ ഒരു പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 15,000 രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു 20,000 രൂപയ്ക്ക് വീല് വാങ്ങിക്കുന്നത് വലിയ പ്രശ്നമായിരിക്കില്ല. പക്ഷേ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം 20,000 രൂപയ്ക്കുള്ള വീലും പിന്നെ അത് ഇമ്പോർട്ട് ചെയ്യാനുള്ള കാശും, അപ്പം അതൊക്കെ അങ്ങനെയാണ് ഇതിന്റെ പൈസ ആക്ച്വലി ഭയങ്കരമായിട്ട് കൂടുന്നത്. പിന്നെ ഇപ്പൊ PC മോണിറ്റർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇപ്പൊ സീറ്റ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് സോഴ്സ് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ്. ഇപ്പോൾ സിംറിഗൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഭാഗ്യത്തിന് ഞാൻ വാങ്ങിച്ചതല്ല, ഞാൻ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് സേവ് ചെയ്തിട്ട് ടു ബി വെരി ഓണസ്റ്റ്, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദിസ് ടുമോറോ, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദിസ് സേ ഒരു ഡീസെന്റ് സെറ്റപ്പ്, you can set it up for ഒരു 25,000-30,000 you can actually set up like a very decent setup. എൻ്റെ ഫ്രണ്ട്സ് ഈ അലൂമിനിയം പ്രൊഫൈലിന് പകരം PVC പൈപ്പ് വെച്ചിട്ട് റിഗ് ആക്കിയിട്ടുണ്ട്. അതായത് സെക്കൻഡ് ഹാൻഡ് കാറിന്റെ സീറ്റൊക്കെ ഉണ്ടാവുമല്ലോ, ഒഴിവാക്കിയ വർക്ക്ഷോപ്പിലൊക്കെയുള്ള കാറിന്റെ സീറ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ വെച്ച് PVC പൈപ്പൊക്കെ വെച്ചിട്ട് റിഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. സെക്കൻഡ് ഹാൻഡ് G29 ഒക്കെ ഇപ്പൊ എന്താ പറയുക ഒരു 12,000 രൂപയ്ക്കൊക്കെ G29 വീലിംഗ് കിട്ടും, അത് കിട്ടും. പിന്നെ ഏതെങ്കിലും പഴയ പ്ലേ സ്റ്റേഷൻ ഒക്കെ അങ്ങനെ ഒപ്പിച്ചിട്ട് വേണമെങ്കിൽ ഒരു 10,000-40,000 രൂപ 35,000 രൂപയ്ക്ക് വേണമെങ്കിൽ ഒരു നല്ല റിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കിപ്പോ കോമ്പറ്റീഷന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിഗ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. I am 30+ right now. In my childhood I could never buy a PlayStation, Xbox or anything, right? Because I was so poor. Now I have a job, I can afford all of these things, so I am doing it. I am going crazy. But if you are in a college or if you are struggling in life, you can somehow save up a little bit of money and get into this. And whenever you have money, you can upgrade to whatever. അതിപ്പോ നമ്മൾ ഏത് കാര്യത്തിനും അങ്ങനെയാണല്ലോ, there is no full stop, right? Like you can keep on improving and make things better. So അങ്ങനെ നോക്കുന്ന സമയത്ത് so it's not very expensive to be very honest. Still it's expensive. ഗെയിംസ് ഒക്കെ അങ്ങനെ പല ഓഫേഴ്സും പരിപാടിയൊക്കെ ഉണ്ടാവും സ്റ്റീമിൽ. അപ്പോൾ ദാറ്റ്സ് അങ്ങനെ കുറച്ചൊരു അവിടെ ഇവിടെ ബാലൻസ് ചെയ്ത്. പക്ഷേ ഈ ഒരു സെറ്റപ്പിന് മാത്രമാണ് ഈ പറഞ്ഞ 10 lakh വരുന്നില്ല. ഞാനത് I usually use that for my work and everything. I recently started using VR also. I got a Meta Quest 3. So VR is also pretty amazing when you're playing in this. കാരണം you're inside the car for real. So VR work in the സമയത്ത്. So that is also interesting, but I prefer triple monitor setup more than VR because that's more comfortable for me. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പം ഈ ഒരു ഗെയിമില് പേഴ്സണലി എനിക്ക് അധികം ഈ ഒരു ഗെയിമിലുള്ള ആളുകളെ പറ്റി അറിയാം, സിം റേസിംഗിലുള്ള ആൾക്കാരെ. എങ്ങനെ ഇതിലോട്ട് വരാൻ വേണ്ടി ഇൻസ്പയർ ആകാൻ വേണ്ടി വേറെ ആരെങ്കിലും അങ്ങനത്തെ ആൾക്കാരെന്തെങ്കിലും ഗെയിമേഴ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നോ? എൻ്റെ ഒരു നെയ്ബർ ഉണ്ടായിരുന്നു, ജെറി. സോ ഹി വാസ് ആക്ച്വലി ടെല്ലിംഗ് മീ who made. So he basically told me there's a big community out there. There are like league races happening. So he basically added me to a community. It's called SimNation India. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ then I was part of it.
then later I started making my own community with like some of the races. I mean, people I knew. Like clan പോലെയൊക്കെയാണോ? Yeah, like something like that. We make like weekly races, daily races, yearly championship and things. So people really prepare. And ഇന്ത്യയിലുള്ള ആൾക്കാർ മാത്രമാണ് വേൾഡ് വൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ആൾക്കാർ കുറച്ച് കുറവാണ്. ഇപ്പൊ when I started it was pretty എന്താ പറയുക, ഇപ്പൊ ഒരു ലോബിയിലെല്ലാം കയറി കഴിഞ്ഞാൽ if you are getting say more than 10 people, you are damn happy. Like, and globally this is already like a multi-billion industry. So there are so many companies, so many games, so many things happening outside. ഇന്ത്യയിൽ ഇത് കുറച്ചും കൂടി ഇപ്പൊ റേസിംഗ് കൾച്ചർ തന്നെ ഇന്ത്യയിൽ ഇങ്ങനെ വളർന്ന് വരികയാണ്. അപ്പോൾ that time I think it will be like it will be big soon. സോ ഇത്രയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ഞാൻ പ്ലേ സ്റ്റേഷനിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്വിച്ചിലൊക്കെ ഞാൻ സ്ട്രീം ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഒന്നാമത് അങ്ങനെ അധികം സമയം കിട്ടാറില്ല സ്ട്രീം ചെയ്യാൻ. അപ്പൊ കിട്ടുന്ന സമയത്ത് ഐ ജസ്റ്റ് കം ഹിയർ, പ്രാക്ടീസ് ആൻഡ് ജംപ് ഓൺ ദ റേസ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫൺ തിങ് വിച്ച് യു ആർ ഡൂയിങ്, റൈറ്റ്? ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ഹാവ് ടു ഗെറ്റ് ഓൺ എ റേസ്, ഇപ്പൊ ഈ സൺഡേ എനിക്ക് റേസ് ഉണ്ടെങ്കിൽ ഈ വീക്ക് മൊത്തം ഞാൻ പ്രാക്ടീസ് ചെയ്യണം. ജസ്റ്റ് ലൈക്ക് ഒരു അത്ലറ്റ് എങ്ങനെയാണോ ഒരു സ്പോർട്സിന് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ യു നീഡ് ടു പ്രിപ്പയർ. So I recently started a new YouTube channel called municipality.sim. അപ്പൊ അതിൻ്റെ അകത്ത് അങ്ങനെ ഭയങ്കര കണ്ടന്റ് ഒന്നുമില്ല, 1-2 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന് മാത്രം. പക്ഷെ ഇൻ ദാറ്റ് വീഡിയോ റീസെന്റ് when I had to ഈ കളറ് അലൂമിനിയം പ്രൊഫൈൽ ആയതുകൊണ്ട് അലൂമിനിയം കളർ ആയിരുന്നു ഇതിന്റെ ആദ്യത്തെ കളർ. അപ്പൊ അത് മൊത്തം ഞാൻ മറ്റേ പൗഡർ കോട്ട് ചെയ്തിട്ട് ബ്ലാക്ക് ആക്കിയത്. അപ്പൊ I had to dismantle the entire thing. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ ഐ വിൽ ടേക്ക് എ വീഡിയോ ഓഫ് മീ ബിൽഡിംഗ് ഫ്രം ദ സ്ക്രാച്ച്. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ പിന്നെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കുറച്ച് സ്റ്റോറി പരിപാടി, ഐ മീൻ സെയിം ചാനൽ ഇസ് ദേർ ഓൺ ഇൻസ്റ്റാഗ്രാം കുറച്ച് സ്റ്റോറി പരിപാടി. ഓക്കെ, ഡെഫിനറ്റ്ലി നമുക്ക് ചാനലിന്റെ ഇൻസ്റ്റന്റ് ലിങ്ക് ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട്. നമുക്ക് എന്തായാലും അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പൊ മഴയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം എന്താ? ഞാൻ ആക്ച്വലി പഴയ ജനറേഷൻ ആയതുകൊണ്ട് മാരിയോ, കോൺട്ര, 8-bit ഗെയിംസ് ബേസിക്കലി. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു നിന്റൻഡോ സെറ്റപ്പ് ഉണ്ടായിരുന്നു 8-bit. അപ്പം എൻ്റെ 2 ഗെയിംസ് എന്നൊക്കെ പറയുന്നത് അഡ്വഞ്ചർ ഐലൻഡ്, മാരിയോ, കോൺട്ര 2, പിന്നെ ബോംബർമാൻ, ടാങ്കർ, അങ്ങനെയൊക്കെയുള്ള ഗെയിംസ് ആണ് എൻ്റെ ഏറ്റവും. ഇപ്പോഴും ഞാനത് കളിക്കാറുണ്ട്. ഐ ഹാവ് ലൈക്ക് എ ന്യൂ കൺസോൾ വിച്ച് ഐ. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലും ഒരു ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സ്ട്രെസ് റിലീഫ് ആയിട്ടാണ് എനിക്ക് കളിക്കുമ്പോൾ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. മുൻസിന് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? This is very intense, but at the same time competitive racing ആവുമ്പോൾ എന്തൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ you can't think too many things in your mind when you're racing. Real racing at least race engineer ഉണ്ടാവും കൂടെ. Here everything you are thinking in your mind and calculating and racing, right? So that time you can't think too many things. അപ്പൊ അതൊരു നല്ല പരിപാടിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിക്കോസ് ഫോർ എക്സാമ്പിൾ സംടൈംസ് ദ റേസ്, ഇപ്പൊ ചില എൻഡ്യൂറൻസ് റേസ് ഒക്കെ ഉണ്ടാവും, ഇറ്റ് ഗോസ് ഫോർ 4 hours straight. ഇപ്പോൾ 4 മണിക്കൂർ റേസ് ഉണ്ടാവും. ചില ഷോർട്ട് റേസ് എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ആയിരിക്കും. പക്ഷെ ആ 1 മണിക്കൂർ യു ആർ ജസ്റ്റ് numb, you are not thinking about your personal problems or whatever the worry you have, you are completely into this and you are just racing, right? And that's a beautiful feeling. So it's like എന്താ പറയുക, ഇതിനുള്ള കയറി ഇരുന്ന് ഈ സേഫ്റ്റി നെറ്റ് ഇട്ട് when you start, right, like you feel like you are in a a simulated world, and I really enjoy that. So it's a stress buster. At the same time it's so stressful also sometimes. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി മുൻസിലുള്ള ഒരു PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു സ്പെക്കും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇൻ ദ ഫ്യൂച്ചർ ഇപ്പം ഇതിന്റെ വേർഷൻസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ആവുന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഞാനിപ്പം കോവിഡ് സമയത്ത് 2020-21 ടൈം ആണല്ലോ ഞാനിത് വായിച്ചത്. അതിനുശേഷം ഓരോ മാസം കഴിയുന്നോറും ഇപ്പൊ മൊബൈൽ ഫോണൊക്കെ മാറുന്ന പോലെ തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പോ ഈ വാങ്ങിച്ച ഈ വീലിന്റെ ഒക്കെ എത്രയോ പുതിയ ലേറ്റസ്റ്റ് എഡിഷൻ വന്നു കഴിഞ്ഞു. ഇപ്പൊ എന്റെ പെഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബേസ് ഷേക്കർ വെച്ചിട്ടാണ്
ഇതിൻ്റെ അകത്തുനിന്ന് ABS-ഉം മറ്റേ ട്രാക്ഷനും പരിപാടിയൊക്കെ വൈബ്രേഷൻസ് കിട്ടുന്നത്. ഇപ്പം ചില പെഡൽസ് തന്നെ ഇറങ്ങുന്നുണ്ട്, ആക്ച്വൽ ABS ഉള്ള പെഡൽസ് ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ അകത്ത് തന്നെ ഉള്ള പെഡൽസ്. അങ്ങനെ ടെക്നോളജി ഭയങ്കര പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇഫ് യു റിയലി വാണ്ട് ടു അപ്ഗ്രേഡ് ചെയ്ത് അങ്ങനെ പോവാം. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നുള്ളൊരു പരിപാടി ആയതുകൊണ്ടാണ് ഐ എം ജസ്റ്റ് ട്രൈങ് ടു പുട്ട് ലൈക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് സംവെയർ, ബിക്കോസ് ദിസ് ഈസ് എ റിയലി ഗുഡ് സെറ്റപ്പ് ഫോർ യു ടു വിൻ എ ചാമ്പ്യൻഷിപ്പ്. ഓൾസോ ദിസ് സെറ്റപ്പ് ഈസ് മോർ ദാൻ ഇനഫ്. No, it's not going to make you faster when you are buying better gear. It's not going to make you faster. It's just going to make you comfortable. Maybe because of that comfortability, you might be like faster. Maybe വലിയ റേസേഴ്സ് ഒക്കെ സിം റേസേഴ്സ് ഒക്കെ വളരെ ബേസിക് സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പം ഈ സ്പോർട്സ് കോമ്പറ്റീഷൻ ഒക്കെ പോയി കഴിഞ്ഞാലും അവിടെ കാണുന്നത് ഒരു ചെറിയൊരു കർവ്ഡ് സ്ക്രീൻ, പിന്നെ ഒരു ചെറിയൊരു ഡയറക്ട് ഡ്രൈവ്, പിന്നെ വീല്, സീറ്റ് മാത്രമാണ്. അവിടെ നിന്നാണ് ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ നടക്കുന്നത്. സോ യു ഡോണ്ട് നീഡ് ഓൾ ഓഫ് ദീസ് ഫാൻസി തിങ്സ് ടു be better at racing. So that you can do it with 30,000 rupees. Buy this thing, put it on your table and race.